episode of E2E with new talents and guests. Do you agree if I say that diversity is the thing that always taught us? Sometimes when we are alone, we only know some little things, but experiences increases our knowledge and nurturing our thinking and intellect. Now, at this period, we can no longer see our family members, our friends, or rarely our neighbors. But we can bring diversity into our own home. This episode tells us how we can create different experiences at home and experiences like seeing our friends and others. No need to be bored and tensed at home. We can create opportunities at our own home to think and create various things. Today we have a really famous doctor to remind us about this. So let us listen to the beloved doctor's words. AKM ഹൈസ്കൂളിലെ പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികൾക്ക് നമസ്കാരം. എൻ്റെ പേര് വിനോദ് കുമാർ. ഞാൻ ആയുർവേദ കോളേജിലെ പ്രൊഫസറാണ്. ഈ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് വീടുകളിൽ ഏകാന്തതയിലിരിക്കുന്ന വീടുകളിൽ അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷേ കൂട്ടുകാരിൽ നിന്നൊക്കെ വിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് കൂട്ടുകാരോടുകൂടി നിങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലത്തിനെ നമുക്ക് എങ്ങനെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വൈവിധ്യം എന്ന് പറഞ്ഞൊരു പോയിന്റാണ്. ഞാനത് മാത്രമേ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന വിവിധങ്ങളായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ എത്തുന്നത് വരെ ബസ്സിൽ കയറുന്നു, കൂട്ടുകാരെ കാണുന്നു, പൊതുജനങ്ങളെ കാണുന്നു, പലരുമായി പരിചയപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളാണ്. പോകുന്ന വഴിക്ക് നിങ്ങൾ ചെടികളെ കാണുന്നു, പലതരം ചെടികൾ കാണുന്നു, പലതരം അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പോകുന്ന വഴിക്ക് ചിലപ്പോൾ വഴിയിലൂടെ പശുവിനെ പോകുന്നത് കാണുന്നു, ആടിനെ കാണുന്നു. ഇങ്ങനെ ഒരുപാട് തരം അനുഭവങ്ങൾ ദിവസവും നിങ്ങൾ അറിയാതെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സ്കൂളിലെത്തിയാൽ പലതരം ആക്ടിവിറ്റീസ്, പഠനം മാത്രമല്ല, NCC ആയാലും NSS ആയാലും ഓട്ടം, ചാട്ടം, നിങ്ങളുടെ കൂട്ടുകാരോടൊത്തുള്ള കളി, തോട്ടം നനയ്ക്കൽ, SPCയുടെ പ്രവർത്തനങ്ങൾ, ഒരുപാട് കലാപ്രവർത്തനം, ഇങ്ങനെ ഒരുപാട്. ഇതൊക്കെ നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലെങ്കിലും വൈവിധ്യം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇപ്പം നിങ്ങൾക്ക് വീടുകളിൽ ഇരിക്കുമ്പോൾ മിക്കവാറും രാവിലെ മുതൽ വൈകുന്നേരം വരെ വൈവിധ്യങ്ങൾ കുറവാണ്. കാരണം നമ്മൾ ഒരേ ആൾക്കാരെ കാണുന്നു, ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ: വീട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ വൈവിധ്യം കൊണ്ടുവരാൻ സാധിക്കും? രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിലുള്ള ഒരു സമയക്രമമൊന്നും മാറ്റാൻ പറ്റില്ല. രാവിലെ എഴുന്നേൽക്കണം, ക്ലാസ്സിലിരിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാലും നിങ്ങൾക്ക് പരമാവധി വൈവിധ്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? വൈവിധ്യം കൊണ്ടുവരാൻ പറ്റുന്ന പല മേഖലകളുണ്ട്. അതിലൊന്ന് ആഹാരമാണ്. ആഹാരത്തിൽ നിങ്ങൾക്ക് ഒരു ദിവസം ചേരപ്പുളിശ്ശേരി ഉണ്ടാക്കിയാൽ അടുത്ത ദിവസം കായപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നും. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരേ കാര്യം കഴിക്കുന്നതിനേക്കാളും പലതരം കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ സാധിക്കുമോ? കാരണം നമ്മുടെ വീടുകളിലൊക്കെ എനിക്ക് നിങ്ങളോടുള്ളൊരു പരാതി അതാണ്. കാരണം നമ്മൾ പലപ്പോഴും കഴിക്കുന്നത് തന്നെ അറിയാതെയാണ് കഴിക്കുന്നത്. എന്താ കഴിക്കുന്നതെന്ന് അറിയാതെ ഇപ്പം മിക്കവാറും മൊബൈലിൽ ശ്രദ്ധിച്ചുകൊണ്ടോ TV-യിൽ ശ്രദ്ധിച്ചുകൊണ്ടോ ഒക്കെയാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നത്, തിരക്കിട്ട് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് രുചികളൊന്നും അറിയുന്നില്ല, രുചിയുടെ വൈവിധ്യങ്ങൾ അറിയുന്നില്ല, അല്ലേ? നമ്മളിപ്പോൾ ഒരു കറി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി എന്താണെന്ന് ഓരോ രുചിയും എടുത്തെടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാഴ്ചകളുടെ വൈവിധ്യം, പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു പൂവിനെ കാണുന്നു, ഒരു ദിവസം ചെമ്പരത്തി കാണുന്നു, അടുത്ത ദിവസം റോസാപുഷ്പം കാണാൻ സാധിക്കുമോ? ശബ്ദങ്ങളുടെ വൈവിധ്യം, കിളികളുടെ ശബ്ദം, ഇങ്ങനെ ഒരുപാട് സംഗതികൾ. ഇത് ഞാൻ പറയുന്നത് ഒരു കാൽപ്പനികമായിരിക്കുന്ന ഒരു ആശയമായിട്ടല്ല. നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, തലച്ചോറിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, വൈവിധ്യങ്ങൾ ഇല്ലാതായാൽ മുരടിച്ചു പോകുന്ന ഒരു അവയവമാണ് തലച്ചോറ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ഉപദേശമായിട്ട് എടുക്കരുത്, ഇതൊരു സുഹൃത്തിൻ്റെ കുറച്ച് വാക്കുകളായിട്ട് എടുത്താൽ മതി. വൈവിധ്യങ്ങളോട് നമുക്ക് വിവിധങ്ങളായിരിക്കുന്ന അനുഭവങ്ങൾ ഇല്ലാതിരുന്നാൽ, ഒരേ തരം അനുഭവങ്ങൾ ഉണ്ടായാൽ മുരടിച്ചു പോകുന്ന ഒരു ഘടനയാണ് നമ്മുടെ തലച്ചോറിനുള്ളത്. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം, ആഹാരത്തിൽ നിങ്ങൾക്ക് പലതരം ആഹാരങ്ങൾ കഴിക്കാൻ എങ്ങനെ സാധിക്കും? പലതരം പാട്ടുകൾ കേൾക്കാൻ എങ്ങനെ സാധിക്കും? പലതരം പുസ്തകങ്ങൾ എങ്ങനെ വായിക്കാൻ സാധിക്കും? പത്രം വായിക്കുന്നത് പലതരം പത്രങ്ങളാവാൻ എന്ന്. ഓരോ ദിവസവും, ഇപ്പോൾ എല്ലാ ദിവസവും പത്രം നിങ്ങൾക്ക് മുഴുവനായിട്ടും വായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എല്ലാ ദിവസവും സ്പോർട്സ് പേജ് വായിക്കുന്നതിന് പകരം ചില ദിവസങ്ങളിലെങ്കിലും നമുക്ക് എഡിറ്റോറിയൽ പേജ് വായിക്കാനും മറ്റു ചില ദിവസങ്ങളിൽ ഫ്രണ്ട് പേജ് വായിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമോ?
പലതരം ജീവിതശൈലികൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. പക്ഷെ 5 മുതൽ 5:30 വരെയാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ഓരോ ദിവസം ഓരോ തരം എക്സസൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിനകത്ത് വൈവിധ്യം കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു ചിന്ത മാത്രം ആണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കും പോകാനുള്ള സമയമില്ല. നിങ്ങൾ തന്നെ ആലോചിക്കുക, പലതരം കാര്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ തലച്ചോറിൻ്റെ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. ആ സമയത്ത് നമുക്ക് തലച്ചോറിൻ്റെ വളർച്ചയെ എങ്ങനെ വൈവിധ്യത്തെ കൊണ്ട് സമ്പുഷ്ടമാക്കാം എന്നുള്ള ഒറ്റ ആലോചനയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഒരു ആലോചനയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുതരാണ്. കൂടുതൽ മറ്റേതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം. Today's episode is filled with lots of drawings and handworks. Our friends has created a beautiful world with their talents. Everyone is talented in one way or other. They are capable of surprising us with their beautiful and amazing talents. The talents of a lot of people who hit silently without being shown is being brought out by our team E2E in this episode. So let's get a look at them and their talents. Hi, I'm Afa Karamanil from S1A. My home is at Pulapurbaramba. There are 5 members in my family. My father, mother, an elder sister, younger brother, and I myself. Father's Nasser, he's working in Dubai. My mother's name is Umu Habiba, she's a homemaker. My sister's name is Naureen Kausar, she's currently an MBBS student in Government Medical College Thrissur. My younger brother Muhammad Shamil, he is in 5th grade. My hobbies are reading books, listening to music and with craft work. My ambition is to become a teacher. In this pandemic situation, be safe and stay positive. I'm Hibarinchi from S1A. First of all, thank you so much for giving me an opportunity to introduce myself. My father, Siddiq, is in abroad. My mother, Rabia, she is my fashion designer. Well, she is a good tailor. I have a brother too, his name is Ajmal and he's studying for HCA. When saying about myself, I'm not a talker and a little bit shy. I would like to read books and drawings. I'm not an expert in that, but I just love to do that. These are some of my drawings. I know it's not that much better. That's all for myself. Hi everyone,
I'm Fatima Nejwa from S1B. My home is at Kuchipram, Kottakkal. My family consists of 5 members, my father, mother, and I have a sister and brother. My father is abroad and my mother is a homemaker. My sister is a 7th grade student and my brother is in 3rd grade. My ambition is to become a doctor. I have many hobbies like listening to music, reading, baking. That's a part of my daily life. That's all about me and my family. Thank you. How our classes are going. I know it's needless to say that we have been sick and tired of the taxing online classes. I often think that what would we do if there were no internet or any other online facilities? Can we ignore our future for this pandemic? The internet and technology have indeed made it possible for the students to continue their education from any nook and cranny of the world. It's first time ever that the schools all over the world have moved to online classrooms. It's a great struggle for both the students as well as the teachers. Online teaching is the only way of education that we have nowadays, but its consequences can't be ignored. It creates discrimination between the rich and poor and the urban and rural students. The most boring limitation is that it detaches us from our classmates, teachers and school. But we have many close friends and loving teachers whom we have never met. We are all worried that we have lost their ecstatic school life, but we can't disregard our future. We have to fight together. In a way, these online classes are amazing as they provide us with the opportunity to study as we did before, without worrying about our safety. The great benefit that I have felt is that there is a shorter duration as compared to the normal schooling, and we get extra time to improve our skills that we are interested in. Online education is a good opportunity to gain skills. Whose words are these? Those are the words of our esteemed Chief Minister on Children's Day. He added that children are probably the most affected and the government has launched several programs to compensate their lost opportunities. Then why should we grieve? We must seize the opportunities. All the sources are always open before us, so we definitely enjoy our classes and we ought to appreciate all the efforts made by our teachers. They are still pouring their heart and soul into the daily lessons even in these online classes. Let's move on with our teachers. And remember, it's the body is locked, not the brain. Let's hope we can meet soon. Thank you. Hi guys, my name is Fatima Sana from S1B. I studied in Najnhuda High Secondary School till the 10th class. Now I'm studying Hakem High Secondary School. My families belong to 6 members. My father is abroad and my mother is a housewife. I have 3 siblings. My elder brother is currently studying for civil service at Chanakya IAS Academy. My sister is studying in 6th standard and my little brother is just 3 years old. My ambition is to become a doctor and my hobbies are drawing, painting, making crafts and listening to music, etc. These are some of my works. During this lockdown, I spent some time to draw and paint, and I also learned a lot of things about art too. Not doing well, don't know where you are, 'cause you're not here. It's been way too long. If I could lay down beside you, I would. When nothing really matters. This is Salvador Dali, a Spanish surrealist artist, renowned for his technical skills, precise craftsmanship, and striking and bizarre images in his work. He is one of my favorite artists. I really admire him and his works too. Hello everyone, I'm Krishna from C1A. My home is at Ershul. There are 5 members in my family, my father, mother and 3 younger sister. My father's name is Yusuf and he is a tailor. My mother's name is Nafisa, she is a housewife. My ambition is to become a teacher and I would like to draw pictures. Here is some pictures I would like to share with you. Know that how did I paint my picture? Then I will show you. Watch it.
Okay, that's all about me. Okay, thank you. Bye bye. Hi all, I am Fatima Nasiha from CYVA and I am from Villur. My family consists of 6 members, my father, mother and I have 3 elder sisters. My father Zulfikar Ali, he is a contractor and my mother is Munira, she is a housewife. And my first sister Shahana Mumtaz, she is a housewife, and my second sister Ramil Ban, she is a second year MCOM student and also a teacher in a private school. And my third sister Shaniba, she is a first year MCOM student. And my ambition is to become a college lecturer and also take a doctorate in commerce. And I do not want to do anything during my spare times. I like to sit idle during my spare times, and that's all about me and my family. Thank you. Dance is the joy of moment and the heart of life. Now we are going to watch a beautiful and mesmerizing performance. Today we have a really talented son with his stunning and talented mom, who is a shining star in the field of dance. In the midst of this hustle and bustle, they have agreed to showcase their stunning dance performance to us with a frequent request of our team E2E. A big and heartfelt thanks to them. So let's welcome Adarsh and his family members and enjoy their stunning performance. Hello friends, I am Adarsh Armarar from C1A. I live in Kottakkal. My family consists of 3 members, my father, mother and me. My father is an ex-serviceman and my mother is a dance teacher. My hobbies are stamp collection, coin collection and currency collection. I went to Kalotsavam in Panjavadyam and we got A grade 2 times. And also I participate in archery also. That's all about my family. Thank you. Hello, I am Ranjit, father of Adarshar Marar. I am an ex-serviceman. I am served 20 years in Indian Army. After retirement, I worked for KSFE for 5 years. Now I am running computer arcade in Calicut with my brother. Thank you. Hello everybody. I am Kalamandalam Aruna Armara, mother of Adarsh Armara, dance choreographer, performer and instructor. I run a dance school, Sri Ragam Nirtakalayam in Kottakkal, Valanjeri and Kadambura. I run classes at my home every day. I have been conducting online classes inside and outside Kerala and outside India also. From children to adults are studying in my classes. There are students in my classes from 3 years to 62 years old. Housewives, doctors, teachers and bank officers are studying here. There are taught Zumba and aerobics specifically for weight loss. I am very happy that there are so many students and teachers in my classes of AKMHS school. The students of Sri Ragam Nirtakalalaya have won many prizes at State Arts Festival and University Festival. I also taught Tiruvadirakali for many schools. My dance school children and I have been performing at various events inside and outside Kerala. Along with my students, I won a certificate in 2017 Guinness World Record for largest Tiruvadirakali. In 2016, I received All Kerala Mappila Sangeeta Akademi Award. These are my collection.
as a parent, we are so happy and proud that our son is studying in AKMHS Kotur. The support provided by the teachers and the whole AKMHS faculty is beyond words. Thank you. ഗസലുകൾ പൂക്കുന്ന രാത്രി ഗസലുകൾ പൂക്കുന്ന രാത്രി ഇണ കുയിലുകൾ പാടുന്ന രാത്രി ഗസലുകൾ പൂക്കുന്ന രാത്രി ഇണ കുയിലുകൾ പാടുന്ന രാത്രി പ്രിയ സഹഗായികെ പോരു നീ പ്രിയ സഹഗായികെ പോരു നീ മേഘത്തൊടിണ ചേർന്ന മൽഹർ പോലെ ഗസലുകൾ പൂക്കുന്ന രാത്രി ഇണ കുയിലുകൾ പാടുന്ന രാത്രി പാടാം ഗാലിബിൻ അനശ്വര ഗീതികൾ പാതിരപ്പൂ പോൽ വിരിയേ പാടാം ഗാലിബിൻ അനശ്വര ഗീതികൾ പാതിരപ്പൂ പോൽ വിരിയേ കാറ്റുമതിൻ്റെ സുഗന്ധലഹരിയിൽ കാറ്റുമതിൻ്റെ സുഗന്ധലഹരിയിൽ കാലുരയ്ക്കാതെ നീങ്ങുന്നു ഇനി നമുക്കേകാന്തഹർഷ മുഹൂർത്തങ്ങൾ ഇതിനായി നാം എത്ര കൊതിച്ചു ഗസലുകൾ പൂക്കുന്ന രാത്രി ഇണ കുയിലുകൾ പാടുന്ന രാത്രി തോപ്പിലെ പനിനീർ പൂവാകെ വാറ്റി ജ്ഞാനത്തരായി കാണിക്ക വയ്ക്കാം തോപ്പിലെ പനിനീർ പൂവാകെ വാറ്റി ജ്ഞാനത്തരായി കാണിക്ക വയ്ക്കാം നിന്നുക സൗരഭം പൊന്നു നുകരുവാൻ നിന്നുക സൗരഭം പൊന്നു നുകരുവാൻ എന്നിൽ കനിയുകയില്ലേ
യവനികയ്ക്കപ്പുറം കാതോത്തിരിക്കുന്ന യവന മനോഹരി പാരു ഗസലുകൾ പൂക്കുന്ന രാത്രി കുയിലുകൾ പാടുന്ന രാത്രി പ്രിയ സഹകായിക പോരു നീ പ്രിയ സഹകായിക പോരു നീ മേഘത്തോടിണ ചേർന്ന മലർ പോലെ ഗസലുകൾ പൂക്കുന്ന രാത്രി കുയിലുകൾ പാടുന്ന രാത്രി. കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടലിൽ കോണുകിൽ സ്വപ്നമയങ്ങി കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടലിൽ കോണുകളിൽ സ്വപ്നം കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയടയിൽ ഒളിയലകൾ ചിന്നി അഴകോറൂടലാർന്ന പോലെ മതിമോഹന ശുഭനർത്തനമാടുന്ന മഹിതേ മമ മുൻപിൽ നിന്നു മലയാള കവിതേ ഒഴുകുമുടയടയിൽ ചിന്നി അഴകോറൂടലാർന്ന പോലെ മതിമോഹന ശുഭനർത്തനമാടുന്ന മഹിതേ മമ മുൻപിൽ നിന്നു മലയാള കവിതേ. കുഞ്ചന്റെ തത്തൈ കൊഞ്ചിച്ച കവിതേ പുഞ്ചിരി പെയ്തു പെയ്താടു നിഴലിലേ കുഞ്ചന്റെ തത്തൈ കൊഞ്ചിച്ച കവിതേ കഞ്ചി കുഴഞ്ഞടിൽ ഞാടും കുണവിളിലേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ കഞ്ചി കുഴഞ്ഞടിൽ ഞാടും കുണവിളിലേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി
വിഭ്രമ വിഷവിട്ടു വിലക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. വിഭ്രമ വിഷവിട്ടു വിലക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. തവതല മുടിയിൽ നിന്നൊരു പോറും കരികെന്നെ തഴുകട്ടെ പോകുന്നോ നിന്റെ നിർത്തി നീ ദേവി പോകുന്നോ നിന്റെ നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി കനക ചിതങ്ക ഇതും കാഞ്ചന കാന്തി കുലുങ്ങി കടമീഴി കോണുകളിൽ സ്വപ്നവും കരുതി പൂഞ്ചിരി ചെങ്കുലി കനക ചിലങ്ങി കാഞ്ചന കാന്തി കുലുങ്ങി കനക ചിലങ്ങി കാഞ്ചന കാന്തി കനക ചിലങ്ക കാഞ്ചന കാന്തി കുലുങ്ങി കുലുങ്ങി കറുകറെ കാമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളും മൂത്തേ. കറുകറെ കാമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളും മൂത്തേ. ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ. മഴവിൽ കൊടിമാനത്ത് പൊന്നമ്പലമുറ്റത്ത് തിരിയുന്നു തെളിയുന്നു അഴിഞ്ഞഴിഞ്ഞുലഞ്ഞുമായുന്നു. ആ ആ ആ കറുകറെ കാമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളും മൂത്തേ. ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ.
പീലിത്തിരുമുടിയാട്ടം ഇളകുന്നു നിറയുന്നു ഇടഞ്ഞിടഞ്ഞൊഴിഞ്ഞു നീങ്ങുന്നു. ആ കാർമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളു ജിഗി ജിഗി തക്കം തെയ് തെയ് ജിഗി ജിഗി തക്കം തെയ് തെയ് ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ്. കർക്കിടകത്തേവരേ കർക്കിടകത്തേവരേ തുടം തുടം കുടം കുടം നീവാർക്കേ ആ കാർമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളു കറുകറെ കാർമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളു ആ you guys enjoyed the episode? How's it? Is it great? I hope you all have enjoyed the whole episode. It's time for us to wind up, but don't worry, we'll meet on the next episode with great new talents. Till then, it's Naila Shamim signing off. Thank you. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന്. അറിയോ എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റ ഇടിച്ച് ഫ്രണ്ട് പല്ലിന്